ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടൂറിസ്റ്റ് ദാൻഡ്രീസ് ഈഡൻ TV നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 4ാമത്തെ പാഠമാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു. മനഃപ്പാഠവാക്യം പറയുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. യോഹന്നാൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം. അപ്പോൾ ഇവിടെ പറയുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് പറയുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും തന്നെ. നമ്മൾ താഴത്തെ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ, ആധുനിക തുർക്കിയുടെ കടൽത്തീര നഗരമായ ഉസ്മിർ ഒരു കാലത്ത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്മിർന എന്ന നഗരമായിരുന്നു. അപ്പോൾ ആധുനിക തുർക്കിയുടെ കടൽത്തീര നഗരമായ, ഇപ്പോഴത്തെ തുർക്കിയുടെ കടൽത്തീര നഗരമായ ഇസ്മിർ ഒരു കാലത്ത് നമ്മുടെ വിശുദ്ധ വേദോസിൽ പറഞ്ഞിരിക്കുന്ന സ്മിർന എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 1,00,000-ഓളം നിവാസികളുള്ള ഈ പുരാതന നഗരം 1-2 നൂറ്റാണ്ടുകളിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും റോമിനോട് ഏറ്റവും അധികം ബന്ധം പുലർത്തുകയും ചെയ്ത ഒരു നഗരമായിരുന്നു. ഈ വർഷത്തിലൊരിക്കൽ ഈ സ്മിർന നഗരത്തിൽ എല്ലാ പൗരന്മാരും റോമൻ ദേവന്മാർക്ക് ധൂപം കാട്ടണമെന്നൊരു കൽപ്പന റോമ ഗവൺമെൻറ് പുറപ്പെടുവിച്ചു. വർഷത്തിലൊരിക്കൽ സ്മിർനയിൽ വെച്ചിട്ട് എല്ലാ പൗരന്മാരും, അവിടുത്തെ പൗരന്മാരും. പക്ഷേ ആ നൂറ്റാണ്ടിൽ സ്മിർനയിൽ അഭിവൃദ്ധി പ്രാപിച്ചതായ ഒരു ക്രിസ്ത്യൻ സമൂഹമുണ്ടായിരുന്നു. അവരിൽ പലരും ഈ കൽപ്പന, അതായത് സ്മിർനയിലെ അല്ലെങ്കിൽ ഈ ദേവന്മാരെ, റോമിൻ്റെ ദേവന്മാർക്ക് ധൂപം കാട്ടണം എന്നുള്ള കൽപ്പനയെ അനുസരിക്കാൻ വിസമ്മതിച്ചു. അതിൽ പ്രധാനിയായിരുന്നു ആദ്യകാല സഭാ നേതാവായ പോളികാർപ്പും പറഞ്ഞു, ഞാൻ ഈ ദേവന്മാർക്ക് ധൂപം കാട്ടുകയില്ല. ഉടനെ അദ്ദേഹത്തെ പിടിച്ചു, അദ്ദേഹത്തിനെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തോട് അവസാനമായി പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തുവിനെ നിരാകരിക്കണം, തള്ളിപ്പറയണം എന്ന ഒരാവശ്യം റോമ ഗവൺമെൻറ് ഈ പോളികാർപ്പ് എന്ന് പറയുന്നതായ ആദ്യകാല സഭാ നേതാവിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത്, 86 വർഷത്തോളം ഞാൻ അവനെ സേവിച്ചു, ക്രിസ്തുവിനെ സേവിച്ചു. അവൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ രക്ഷിച്ചു. എൻ്റെ രാജാവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? എൻ്റെ രക്ഷിച്ചതായ എൻ്റെ ദൈവത്തെ, എൻ്റെ രാജാവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? ഇത്രയും വർഷം, ഈ 86 വർഷവും ഞാൻ എൻ്റെ ദൈവത്തെ സേവിച്ചു. ഇന്നുവരെ എൻ്റെ ദൈവം എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുക? അപ്പം അത്ര മരണം മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ റോമ സർക്കാർ കൊല്ലും. പക്ഷേ ആ മരണത്തെ മുന്നിൽ കണ്ടപ്പോഴും പോളികാർപ്പ് എന്ന ഈ വയോധികനായ പ്രായമുള്ളതായ മനുഷ്യൻ പറഞ്ഞ സാക്ഷ്യം, അത് അനേകർക്ക് പ്രചോദനം നൽകുന്നതായിരുന്നു. ദൈവത്തിൻ്റെ വേല വ്യാപിക്കാൻ വേണ്ടി, അത് വ്യാപ്തി വളരെ വേഗത്തിൽ ചെയ്യുവാൻ വേണ്ടി അനേകർക്ക് അതൊരു വലിയ പ്രചോദനമായി നൂറ്റാണ്ടുകളോളം തുടർന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകവും ചരിത്രകാരന്മാരും നമ്മോട് പറയുന്നത്. താഴത്തെ ഭാഗത്ത് പറയുന്നത്, ഈ നൂറ്റാണ്ടുകളോടനോളം ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുന്നതിന് പകരം രക്തസാക്ഷിത്വം വഹിക്കുവാൻ പുരുഷന്മാരും സ്ത്രീകളും തയ്യാറായി. ദൈവത്തിലുള്ള അനേക കൊടിയ പീഡനങ്ങൾ മതമേലധ്യക്ഷന്മാരിൽ നിന്ന്, സഭാ പുരോഹിതന്മാരിൽ നിന്ന്, രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴും അവർ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുന്നതിന് പകരം രക്തസാക്ഷിത്വം വഹിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു സംഭവം. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, നമ്മെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, കൊടിയ പീഡനങ്ങൾക്കിടയിലും അവർ ദൈവവിശ്വാസം ത്യജിക്കുവാനോ ദൈവത്തെ തള്ളിപ്പറയുവാനോ അല്ല തീരുമാനമെടുത്തത്, മറിച്ച് ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി മരിക്കും എന്ന തീരുമാനമാണ്. പോളികാർപ്പിനെ കൊന്നതായ അതേ ശക്തികൾ, അതേ റോമൻ സാമ്രാജ്യ ശക്തികൾ പിന്നീടുള്ളതായ വാൾഡൻസികളെയും ഹസുനെയും ജെറോമിനെയും പോലെയുള്ള പിൽക്കാല പരിഷ്കർത്താക്കളെയും ഒക്കെ അവർക്കെതിരായി പ്രവർത്തിച്ചു. പക്ഷേ ഈ പോളികാർപ്പിൻ്റെ ധീരമായ തീരുമാനം പിൽക്കാലത്തുള്ള വിശ്വാസികൾക്ക് പ്രചോദനമായി മാറി എന്നുള്ളതാണ്. അതേ വിശ്വാസമാണ്,
അതേ ദൈവവചനമാണ് ഈ പോളികാർപ്പിനെ പോലെയുള്ള വാൽഡൻസിലെ പോലെയുള്ള ഹസനെയും ജെറോമിനെയും പോലെയുള്ള പരിഷ്കർത്താക്കൾക്ക് പ്രചോദനം നൽകിയ അതേ ദൈവവചനമാണ് ഇന്ന് നമ്മുടെ മുൻപിലുമുള്ളത്. അത് നമുക്കും പ്രചോദനമായി മാറണം. ആ പാഠഭാഗങ്ങളാണ് നാം ഈ ആഴ്ച പഠിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കൾക്കും ഈ ശബത്ത് സ്കൂൾ പഠനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ പീഡിപ്പിക്കപ്പെട്ടിട്ടും വിജയിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ആമുഖ ഭാഗത്ത് പറയുന്നത് ദൈവജനം അവനോട് വിശ്വസ്തത പുലർത്തുമ്പോഴെല്ലാം, ദൈവത്തിൻ്റെ ജനം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമ്പോഴൊക്കെ തന്നെ സാത്താൻ അതികഠിനമായ കോപവും വിദ്വേഷവും ആ ജനത്തോടുണ്ടാകുന്നു. സ്വാഭാവികമായും സാത്താൻ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ജനത്തെ ആക്രമിക്കും. ദൈവത്തിൻ്റെ ജനത്തെ കൊന്നൊടുക്കുവാനോ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിന് പിന്തിരിപ്പിക്കുവാനോ ശ്രമിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് വെളിപ്പാടിലും ദാനിയേലിലുമൊക്കെ പറയുന്നതായ സഭയെ ദൈവം ഒരു പ്രത്യേക കാലഘട്ടം വരെ സംരക്ഷിച്ചതായ ഒരു അനുഭവം നമുക്കുണ്ട്. എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് സഭയെ മരുഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ അവിടെ വന്നു. സാത്താൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ദൈവത്തിൻ്റെ സഭയെ ദൈവം പരിപോഷിപ്പിച്ച അത്ഭുതകരമായ ഒരു അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. മരുഭൂമിയിൽ ദൈവത്തിൻ്റെ സഭ പരിപോഷിപ്പിക്കപ്പെട്ടു. ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് അതികഠിനമായ പീഡനം സാത്താൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ദൈവം തൻ്റെ സഭയെ മരുഭൂമിയിൽ പരിപോഷിപ്പിച്ചു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അത് എത്ര കാലം നീണ്ടു എന്ന് ചോദിച്ചാൽ 1260 വർഷം ദൈവത്തിൻ്റെ സഭയെ മരുഭൂമിയിൽ സുരക്ഷിതമായി പരിപോഷിപ്പിച്ചു കാത്തു സൂക്ഷിച്ചൊരു കാലഘട്ടത്തെക്കുറിച്ച് വെളിപ്പാടിൽ പറയുന്നുണ്ട്. അത് നമുക്കറിയാം എന്താണ് അത് ഇപ്രകാരമാണ് പറയുന്നത്. ഒരു കാലം, ഇരുകാലം, അരക്കാലം. ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ഒരു കാലം, ഇരുകാലം, അരക്കാലം. അത് ഏകദേശം 1260 ദിവസങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം പ്രവചനത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷമാണ്. അപ്പം 1260 ദിവസം എന്ന് പറയുന്നത് 1260 വർഷമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, സാത്താൻ ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? മരുഭൂമിയിൽ അതിൻ്റെ ഒരു അത്ഭുതം നോക്കിക്കൊള്ളാം. ദൈവത്തിൻ്റെ സഭയെ പരിപോഷിപ്പിച്ചത് മരുഭൂമിയിലാണ്. 1260 വർഷം. ഇത് സംഖ്യാപുസ്തകത്തിലോ അല്ലെങ്കിൽ പിന്നെ വെളിപ്പാടിലോ മാത്രമല്ല പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലും പറയും. ഇവിടെ പറയുന്നത് ഏകദേശം 23 വരി വേദപുസ്തക തെളിവുകൾ ഉണ്ടെന്നാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച്. ബൈബിളിൽ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് 23 വരി വേദപുസ്തക തെളിവുകൾ ഉണ്ട് വേദപുസ്തകത്തിൽ. സംഖ്യാപുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും മാത്രമല്ല ഇത് പറയുന്നത്. അപ്പോൾ ദൈവം തൻ്റെ സഭയെ സംരക്ഷിച്ച അത്ഭുതകരമായൊരു ചരിത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. 1260 വർഷം. ഇതെന്നാണ് തുടങ്ങുന്നതെന്ന് നോക്കാം. ഈ 1260 വർഷം എന്ന് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ AD 538. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ റോമിനെ എതിർക്കുന്നതായ അല്ലെങ്കിൽ റോമിൻ്റെ മതത്തെ എതിർക്കുന്നതായ 2-3 ട്രൈബുകളുണ്ടായിരുന്നു, ഗോത്രങ്ങളുണ്ടായിരുന്നു. അവരുടെ പേര് വിസിഗോത്തുകൾ, വാൻഡലുകൾ, ഓസ്ട്രോഗോത്തുകൾ. ഇവരെല്ലാം റോമൻ മതത്തെ അല്ലെങ്കിൽ പോപ്പ് ആണ് ദൈവത്തിൻ്റെ പ്രതിഭൂഷൻ എന്ന് പഠിപ്പിക്കുന്നതായ റോമിൻ്റെ മതത്തെ അവരനുസരിക്കാൻ തയ്യാറായില്ല. അവർ അറിഞ്ഞ സത്യത്തിനൊത്ത് ദൈവവചനം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമേ നമസ്കരിക്കുകയുള്ളൂ തീരുമാനമെടുക്കുകയും ചെയ്തതായ ഗോത്രങ്ങൾ കുറച്ച് ഗോത്രങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ AD 538 ഈ ഗോത്രങ്ങളിലെ അവസാന ഗോത്രമായ ഓസ്ട്രോഗോത്തുകളെ റോമൻ സാമ്രാജ്യം എന്ത് ചെയ്യുന്നു? പുറത്താക്കുന്നു. അപ്പോൾ റോമിനെ എതിർക്കുന്നതായ, റോമിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചതായ, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതായ ഒരു സമൂഹത്തിൽ, അതിൽ അവസാന സമൂഹത്തെ ആ റോമൻ സാമ്രാജ്യം പുറത്താക്കുന്നു. അവരുടെ പേര് ഓസ്ട്രോഗോത്തുകളാണ്. ഇവിടെ വിസിഗോത്തുകൾ പറഞ്ഞു, വാൻഡലുകൾ പറഞ്ഞു, ഓസ്ട്രോഗോത്തുകൾ. അവരെ പുറത്താക്കുന്നത്, റോമിൽ നിന്നും പുറത്താക്കുന്നത് AD 538. അവിടെ മുതലാണ്
ഇരുണ്ട യുഗം ആരംഭിക്കുന്നത്. അവിടെ മുതലാണ് ദൈവത്തിൻ്റെ സഭയെ ദൈവം പരിപോഷിപ്പിക്കുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, ദൈവത്തിൻ്റെ സഭ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു കാലഘട്ടം എന്ന് ആരംഭിക്കുന്നത് AD 538. അത് അവസാനിക്കുന്നതെന്നാണ് AD 1798. ഈ 1260 വർഷം ദൈവത്തിൻ്റെ സഭയെ ദൈവം മരുഭൂമിയിൽ ആരംഭിച്ചത് AD 538 അത് അവസാനിക്കുന്നത് 1798. 1798 എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രഞ്ച് കലാപം നടക്കുന്ന സമയമാണിപ്പോൾ. ആ സമയത്ത് എന്ത് ചെയ്തു? നെപ്പോളിയൻ്റെ ജനറൽ പോപ്പ് പിയൂസ് 6 പിടിച്ചെന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു, കാരാഗ്രഹത്തിലിട്ടു. അയാൾ അടുത്ത വർഷം മരിച്ചു പോയെന്നാണ് പറഞ്ഞത്, പിറ്റേ വർഷം. അപ്പം അതോടുകൂടി സഭയ്ക്കുണ്ടായിരുന്നതായ, റോമൻ കത്തോലിക്ക സഭയ്ക്കുണ്ടായിരുന്നതായ അധികാരം അവിടെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം 1260 വർഷം ഒരു മഹാപീഡന കാലഘട്ടമായിരുന്നു. ഇരുണ്ട യുഗം എന്നാണ് അറിയപ്പെടുന്നത്. ആ ഇരുണ്ട യുഗത്തിനിടയ്ക്ക് എത്രയോ ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവർ, അവർ രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഈ 1260 വർഷത്തിനിടയ്ക്ക് അനേകർ രക്തസാക്ഷിത്വം വഹിച്ചു, അവർ മരണപ്പെട്ടു പോയി. 1798 ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു കാലവും അരക്കാലവും ഇരുകാലവും അവസാനിക്കുന്ന കാലഘട്ടത്തിൽ പോപ്പിനെ നെപ്പോളിയൻ്റെ ജനറൽ അദ്ദേഹം പിടിച്ചു, അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിലിട്ടു. ആ ഇരുണ്ട യുഗം അതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിന് വേണ്ടി മരിച്ചവർ ആ കാലഘട്ടത്തിലുണ്ട്, രക്തസാക്ഷിത്വം വഹിച്ചത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് അവർ മരിച്ചതല്ല, സത്യത്തിൽ അവരെന്ത് ചെയ്തു? അവർ മരണത്തിലൂടെ വിജയം കൈവരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു വരുന്നത് വരെയും അവർക്കതൊരു വിശ്രമം മാത്രമാണ്. അവർ പറഞ്ഞ ക്രൂശിൽ സാത്താനെതിരായ ക്രിസ്തുവിൻ്റെ വിജയം അവരുടെ കൂടെ വിജയമായിരുന്നു. അവർ മരിച്ചു, എന്നാൽ അവരുടെ മരണം ക്രിസ്തുവിൻ്റെ മടങ്ങിയ വരവ് വരെ വിശ്രമം മാത്രമാണ്. അപ്പോൾ ഈ ഇരുണ്ട കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മക്കൾ അനേകർ രക്തസാക്ഷിത്വം വഹിച്ചു. പീഡിപ്പിക്കപ്പെട്ടിട്ടും അവർ വിജയിച്ചു. എങ്ങനെയാണ് അവർ വിജയിച്ചത് എന്ന് പറയുന്നത് വെച്ചാൽ ദൈവം സാത്താനെതിരായ പോരാട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വിജയം അവരുടെയും വിജയമായിരുന്നു. ആ രക്തസാക്ഷികൾ, കർത്താവിന് വേണ്ടി മരിച്ചതായ, ദൈവത്തിന് വേണ്ടി മരിച്ചതായ ആ രക്തസാക്ഷികൾ കർത്താവ് വരുന്നതുവരെയും വിശ്രമത്തിലായിരിക്കും എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പീഡന കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട അനേക മക്കളുണ്ടായിരുന്നു. പീഡന കാലഘട്ടത്തിൽ ദൈവം തൻ്റെ സഭയെ സുഭിക്ഷമായി പരിപോഷിപ്പിച്ച ഒരു ചരിത്രവും നമ്മുടെ മുൻപിലുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പീഡന സമയങ്ങളുണ്ടാകുമ്പോൾ, നാം ദൈവത്തിന് വേണ്ടി നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, ആക്രമിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ നിലപാടുകൾ എന്തായിരിക്കണമെന്ന് ഈ പാഠഭാഗം നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതികഠിനമായ പീഡനങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തയ്യാറെടുത്തതായ ഒരു സമൂഹം അന്ന് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ സത്യവേദ പുസ്തകത്തിൻ്റെ വിത്തുകൾ, ഈ സുവിശേഷത്തിൻ്റെ വിത്തുകൾക്ക് ഇന്ന് നമുക്കും അറിയുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞു. ഈ ഭാഗം നമ്മോട് പറയുന്നത്, അവർ നമുക്കൊരു വലിയ പാഠം, ഒരു അനുഭവം, ഒരു സാക്ഷ്യം മുന്നിൽ വെച്ചിട്ടാണ് അവർ കടന്നു പോയിരിക്കുന്നത്. പീഡന സമയങ്ങളിൽ ദൈവത്തിന് വേണ്ടി എങ്ങനെ നിലകൊള്ളണം എന്ന വലിയൊരു സാക്ഷ്യം നമ്മുടെ മുൻപിൽ അവർ പകർന്നു തന്നിട്ടാണ് അവർ പോയിരിക്കുന്നത്. ആ സാക്ഷ്യം പിന്തുടരുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും ദൗത്യമെന്ന് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇരുട്ടിനെ വെളിച്ചം കീഴടക്കുന്നു എന്നുള്ളതാണ് തിങ്കളാഴ്ച ഭാവം. ഇവിടെ പറയുന്നത് യൂദായുടെ പുസ്തകം AD 65 മുൻപ് എഴുതിയ യൂദായുടെ പുസ്തകം ഒരു കാര്യം അത് വായനക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്കും ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ആരാധനയിൽ, ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന
അഭക്തരായ. അപ്പോൾ കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവരും ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നു. അവരുടെ മേൽ ജാഗ്രതയുള്ളവരായിരിക്കുക. ഇന്ന് ദൈവത്തിൻ്റെ സഭയിൽ പുറജാതീയരായ വ്യക്തികൾ കടന്നു വന്നിരിക്കുന്നു. അഭക്തരായ വ്യക്തികൾ, ഭക്തിയില്ലാത്തവർ, അവർ ഏകനാഥനായ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ സഭയിൽ കടന്നു വന്നിരിക്കുന്നു. അവർ അവരുടേതായ ആചാരങ്ങൾ ദൈവത്തിൻ്റെ സഭയിൽ ആരാധനയിൽ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആരാധനയെ അവർ വിട്ടുവീഴ്ച കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പരിപാവനമായ ആരാധന രീതിയിൽ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി മറ്റ് ആചാരങ്ങളും ജാതീയമായ ആരാധന രീതികളും ഇതിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ആ ഇരുട്ടിനെ മറികടക്കുവാൻ വേണ്ടി വെളിച്ചം ദൈവം കരുതിയിരുന്നു. ആ കാലഘട്ടത്തിൽ വാൽഡൻസികളെ പോലുള്ള, ആരാണ് ഈ വാൽഡൻസി എന്ന് ചോദിച്ചാൽ ഒരു ഗോത്രമാണ്. പീറ്റർ വാൽഡോ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ സ്ഥാപകൻ. അത് ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസിലാണ് ഇതിൻ്റെ ഒരു ആരംഭം. ഒരു കൂട്ടം ആൾക്കാരാണ്. അവർ അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന, അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പോൾ ഇത്തരം ഈ നുഴഞ്ഞു കയറ്റക്കാർ അഭക്തരായ, കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത അഭക്തരായ വിജാതീയരായ ആൾക്കാർ സഭയിൽ നുഴഞ്ഞു കയറിയപ്പോൾ അതിനെതിരെ പോരാടി നിൽക്കുകയും ദൈവത്തിൻ്റെ സത്യ ആരാധന മുറുകെ പിടിക്കുകയും ചെയ്തതായ ഒരു കൂട്ടം സാക്ഷികൾ അന്നും ദൈവത്തിന് ഉണ്ടായിരുന്നു. വാൽഡൻസികളെ പോലെയുള്ള കുറേ ആൾക്കാർ അന്നും ദൈവത്തിനുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? യഥാർത്ഥ ശബ്ദത്തിനെ വിശുദ്ധമായി ആരാധിച്ചിരുന്നു. അവർ യഥാർത്ഥ ആരാധന നിലനിർത്തി പോന്നിരുന്നു. നശിച്ചു പോകാതെ, ദൈവത്തിൻ്റെ ആരാധന നശിച്ചു പോകാതെ അവർ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ആരാധനയെ നിലനിർത്തി പോന്നു. ഈ നുഴഞ്ഞു കയറ്റക്കാർ വന്നിട്ട് പോലും അവരിലുള്ള വിശ്വാസത്തെ, ഈ വാലൻസികളെ പോലെയുള്ള ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിശ്വാസത്തെ തകർക്കുവാൻ ഈ നുഴഞ്ഞു കയറ്റക്കാർക്ക്, അല്ലെങ്കിൽ സാത്താൻ കൊണ്ടുവന്നതായ, ദൈവത്തിൻ്റെ സഭയിൽ സാത്താൻ കൊണ്ടുവന്നതായ വ്യക്തികൾക്ക് കഴിഞ്ഞില്ല. അവിടെയാണ് ഇരുട്ടിനെ വിളിച്ച ആ അന്ധകാരം, അല്ലെങ്കിൽ സാത്താൻ കൊണ്ടുവന്ന ഇരുട്ടെന്ന് പറയുന്നതായ ആ അഭക്തിയുള്ള, കർത്താവായ യേശുക്രിസ്തുവിനെ നിരാകരിക്കുന്നതായ, അംഗീകരിക്കാത്തതായ ആൾക്കാരുടെ ആരാധനയെ ചെറുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആരാധനയെ പരിപോഷിപ്പിക്കാൻ എന്ത് ചെയ്തു? അവർ നിലനിന്നു, ധീരമായി നിലനിന്നു എന്ന്. അതാണ് ഇടയ്ക്ക് ഈ നമ്മുടെ പാഠപുസ്തകം, നമ്മൾ ഈ ആഴ്ച പാഠപുസ്തകം വാൽഡൻസികൾ എന്ന് പറയുന്നത്. അവർ ഇറ്റലിയിലും സ്വിറ്റ്സർലാൻഡിലും ഫ്രാൻസിലും ജർമ്മനിയിലും അർജന്റീനയിലും അമേരിക്കയിലും ഉറുഗ്വേയിലൊക്കെ അവരിങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു. അവർ ധീരമായി ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു എന്നാണ് ചരിത്രം കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? അപ്പം അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്ക് നൂറ്റാണ്ടുകളോളം നിലനിന്നു. ഈ കൊടിയ പീഡനങ്ങൾക്കിടയിലും, സാത്താൻ്റെ തന്ത്രപരമായ നുഴഞ്ഞുകയറ്റങ്ങൾക്കിടയിലും അവർ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? നിലനിൽക്കുകയും ചെയ്തു. അപ്പം ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. എന്താണ്? നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവുകാരാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ്, അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാക്യം ഇവിടെ സ്മിർനയിലെ പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇപ്പോൾ നമ്മൾ വായിച്ചതായ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. മരണപര്യന്തം ഇതാണ്, ധൈര്യവാനായിരിക്കുക, വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് തരും. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമായിട്ട് പറയുന്നത് എവിടെയാണ്? സ്മിർനയിലെ ഒരു ദേവനായിരുന്നു ഡയോനിഷ്യസ്, അല്ലെങ്കിൽ റോമിൻ്റെ ദേവനാണ്. അതായത് കാർഷിക വിളകളുടെയും ഉത്സവങ്ങളുടെയൊക്കെ ദേവനാണ് ഈ ഡയോനിഷ്യസ്. ഈ ഡയോനിഷ്യസിൻ്റെ പുരോഹിതന്മാർ മരിക്കുമ്പോൾ അവരുടെ തലയിൽ ഒരു കിരീടം വെക്കും. അപ്പം പക്ഷേ ഇവിടെ യോഹന്നാൻ പറയുന്ന ജീവകിരീടം എന്ന് പറയുന്നത് അത് പീഡനത്തിലൂടെയും കഷ്ടതയിലൂടെയും ദുർഘട സാഹചര്യങ്ങളെയും കടന്ന് വിജയം വരിച്ച നീതിമാന്മാർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ജീവകിരീടമാണ്.
അല്ല, അന്നത്തെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി മരിക്കുന്ന പുരോഹിതന്മാരുടെ തലയിൽ വെക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഡയോനിഷ്യസ് ദേവൻ്റെ പുരോഹിതന്മാരുടെ തലയിൽ വെക്കുന്ന കിരീടമല്ല, മറിച്ച് ദൈവത്തിന് വേണ്ടി എങ്ങനെ പീഡനത്തിലൂടെയും കഷ്ടതയിലൂടെയും ദുർഘട സാഹചര്യങ്ങളെയും കടന്ന് വിജയം വരിച്ച നീതിമാന്മാർക്കു വേണ്ടി, ദൈവത്തിന് വേണ്ടി മരണം വരിച്ച വിശുദ്ധന്മാർക്കും ദൈവം സമ്മാനിക്കുന്ന ഒരു ജീവകിരീടമാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. മരണപര്യന്തം വരെ വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്കായി ലഭിക്കും. ഈ ജീവകിരീടം ഓരോ ദൈവത്തിൻ്റെ മക്കൾക്കും ഒരു വലിയ പ്രചോദനമാണ്. വെല്ലുവിളികൾ നിറഞ്ഞ, പീഡനങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തിൽ ഈ ജീവകിരീടം ദൈവത്തിൻ്റെ മക്കൾക്ക് സമ്മാനിക്കുന്നത് ഒരു വലിയ പ്രചോദനമാണ്. നമ്മുടെ വിശ്വാസം അതാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ നേരിൽ കാണും എന്നുള്ളതാണ്. യോബ് പറഞ്ഞതുപോലെ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും എന്ന വലിയൊരു വിശ്വാസം. ആ ജീവകിരീടമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ദൈവത്തിന് വേണ്ടി പോരാടുന്നവർക്ക് വേണ്ടി, കഷ്ടതയുടെ നടുവിലൂടെ ദൈവത്തെ ത്യജിച്ചു കളയാതെ, ദൈവത്തെ തള്ളിക്കളയാതെ, ദൈവത്തെ മറന്നു കളയാതെ ജീവിക്കുന്നതായ ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന ഈ ജീവകിരീടമാണ് നമ്മുടെയൊക്കെ തന്നെ ഈ ജീവിതത്തിൻ്റെ വലിയൊരു പ്രചോദനവും ഒരു പ്രത്യാശയും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് ദൈവം നൽകുന്ന ഈ ജീവകിരീടമാണ്. വലിയ രക്ഷാപദ്ധതിയിലേക്ക് നമ്മെ ദൈവം ക്ഷണിച്ചിരിക്കുന്നതും ഈ യാതനകളിലൂടെ കടന്നു പോകുവാൻ തന്നെയാണ്. അത് കടന്നു പോവുകയും ആ യാതനകളെ സഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മുഖാമുഖം കാണും എന്ന ഒരു വലിയ വിശ്വാസം, ഒരു വലിയ പ്രത്യാശ. ആ പ്രത്യാശയാണ് നമ്മുടെ പൂർവികന്മാരെ ഈ വാൽഡൻസികളെ പോലെയുള്ളതായ, അല്ലെങ്കിൽ ആ പോളികാർപ്പിനെ പോലെയുള്ളതായ, ആ നവോത്ഥാന നായകന്മാരെ പോലെയുള്ളതായ ആൾക്കാരെ നടത്തിയതായ ആ പ്രത്യാശ, ആ വിശ്വാസം എന്ന് പറയുന്നത്. അവരും വിശ്വസിച്ചു, ഞാൻ എൻ്റെ ദൈവത്തെ നേരിൽ കാണും എന്ന വലിയ വിശ്വാസം. നമുക്കും അത് തന്നെയാണെന്നുള്ളത്. ഞാൻ എൻ്റെ ദൈവത്തെ യോബ് പറഞ്ഞതുപോലെ എൻ്റെ സ്വന്തം കണ്ണുകളാൽ ദേഹസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണുമെന്ന ആ ഒരു വിശ്വാസമാണ് നമ്മെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് ഇരുട്ടിനെ വെളിച്ചം കീഴടക്കുന്നു എന്നുള്ളത്. നിൽക്കാനുള്ള ധൈര്യം, ഈ പീഡന സമയങ്ങളിലും നിൽക്കാനുള്ള ധൈര്യം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വിശുദ്ധ ഈ ഭാഗത്ത് പറയുന്നത് വാൽഡൻസികളുടെ, അല്ലെങ്കിൽ വാൽഡൻസികളെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. കാരണം വാൽഡൻസികൾ എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം അന്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യമായി ലഭിക്കപ്പെടുന്ന ഈ വാൽഡൻസികൾക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാൽഡൻസികൾ ദൈവത്തിൻ്റെ വേലയുമായി കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാൻ കഴിയുന്നത്. അപ്പോൾ വാൽഡൻസികളിലും അത് മാത്രവുമല്ല, തുടർന്നുള്ള ഓരോ പരിഷ്കർത്താക്കൾക്കും, നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ജോൺ വിക്ലിഫിനെ പോലെയുള്ള, അല്ലെങ്കിൽ മറ്റ് പലരും റിഫോർമേഷൻ കാലഘട്ടത്തിൽ, പരിഷ്കരണ കാലഘട്ടത്തിലുണ്ടായിരുന്നതായ ഓരോ വ്യക്തികൾക്കും എങ്ങനെയാണ് നിലനിൽക്കുവാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ, ദൈവത്തോടുള്ള അവരുടെ സമ്പൂർണമായ വിധേയത്വവും തിരുവെഴുത്തുകളുടെ ആധികാരികതയോടുള്ള അവരുടെ അനുസരണവുമാണ്. ഒന്ന്, ദൈവത്തോടുള്ള അവരുടെ സമ്പൂർണമായ വിധേയത്വം. രണ്ട്, തിരുവെഴുത്തുകളുടെ ആധികാരികതയോടുള്ള അവരുടെ അനുസരണം. തിരുവെഴുത്തുകൾ ദൈവശാസ്ത്രീയമാണ് എന്ന് പൂർണ്ണമായുള്ള ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തോടുള്ള പൂർണ്ണമായ ഒരു സമർപ്പണം അവർക്കുണ്ട്. രണ്ട്, ഈ തിരുവെഴുത്ത് അവർ ഉയർത്തിപ്പിടിക്കുന്നതായ ഈ വചനം ദൈവശാസ്ത്രീയമാണ്. അതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ദൈവശാസ്ത്രീയമാണ്, മുഴുവനും സത്യമാണ്, ഭാഗികമായി മാത്രം ശരി അല്ലെങ്കിൽ ബാക്കിയുള്ളത് കള്ളമല്ല, മറിച്ച് ഇത് മുഴുവനും സത്യമാണ്, ഇത് ദൈവശാസ്ത്രീയമാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഈ നവോത്ഥാന നായകന്മാരെയൊക്കെ തന്നെ, ഈ വാൽഡൻസികളെയൊക്കെ തന്നെ നിലനിൽക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ധൈര്യമെന്ന് പറയുന്നത് ഈ രണ്ട് ഘടകങ്ങളാണ്. അവർ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ അവർ ആർക്കെതിരായിട്ട് മാറി? പോപ്പിനെതിരായിട്ട് മാറേണ്ടി വന്നു. പക്ഷേ എന്നിട്ട് പോലും ഭരിക്കുന്നതായ റോമൻ സാമ്രാജ്യത്തിനെതിരാണ് അവർ എതിർത്ത് നിൽക്കേണ്ടി വന്നിട്ട് പോലും ഈ വിശ്വാസം, ദൈവത്തോടുള്ള സമ്പൂർണമായ വിധേയത്വവും തിരുവെഴുത്തുകൾ ദൈവശാസ്ത്രീയമാണ് എന്നുള്ള ബോധ്യവും അവരെന്ത് ചെയ്തു? ആ വലിയ ശക്തിയോട്, റോമൻ ശക്തിയോട് എതിർത്ത് നിൽക്കുവാൻ അവർക്ക് ധൈര്യം നൽകി എന്ന് പറയുന്നു.
നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ പത്രോസും അപ്പോസ്റ്റലന്മാരും ഇങ്ങനെ എന്താ പറഞ്ഞത്, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. അപ്പോസ്റ്റലനായ പൗലോസ് പിന്നീടും പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന ക്രിസ്തുവിൻ്റെ ഉപദേശം അപ്പോസ്റ്റലന്മാർ സ്വീകരിച്ചതുപോലെ, പൗലോസ് സ്വീകരിച്ചതുപോലെ ഈ നവോത്ഥാന നായകന്മാരും ഈ വാലൻസികളുമൊക്കെയും ആ കാലഘട്ടത്തിൽ, പീഡന കാലഘട്ടത്തിൽ അവർ സ്വീകരിച്ചു. അതുകൊണ്ട് അവർക്ക് എന്തു പറ്റി? അവർ കത്തോലിക്കൻ മതത്തിൻ്റെ ആവശ്യങ്ങൾക്കും അവരുടേതായ കൽപ്പനകൾക്കും കീഴടങ്ങുന്നതിന് പകരം അവർ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ധൈര്യം അവിടുത്തെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിന് സമ്പൂർണ്ണമായി കീഴടങ്ങുവാനുള്ളതായ അവരുടെ ഒരു മനസ്സ്, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം, ഇതൊക്കെ ഈ നവോത്ഥാന കാലഘട്ടത്തിന് ഉള്ള അല്ലെങ്കിൽ ആ പീഡന കാലഘട്ടത്തിൽ ജീവിച്ചതായ ദൈവത്തിൻ്റെ മക്കൾക്ക് അതിനെ പ്രതിരോധിക്കുവാൻ, ഏതിനെ പ്രതിരോധിക്കുവാൻ? പോപ്പിൻ്റെ തന്ത്രങ്ങളെയും റോമൻ കൽപ്പനകളെയും പ്രതിരോധിക്കുവാനുള്ള ധൈര്യം വിശുദ്ധ വേദപുസ്തകം നൽകി എന്നാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. നമുക്ക് വാലൻസികൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതുപോലെ എന്താണ്, വിശുദ്ധ വേദപുസ്തകം ആദ്യമായി ലഭിച്ച, അല്ലെങ്കിൽ അന്യമായിരുന്ന വിശുദ്ധ വേദപുസ്തകം ആദ്യമായി ലഭിച്ച ഒരു സമൂഹം എന്ന് പറയുന്നത് വാലൻസികളായിരുന്നു. അപ്പം ഈ വാലൻസികൾക്ക് ഈ ബൈബിൾ കിട്ടിയപ്പോൾ അവരത് പഠിക്കുവാനും അവരതിനെ പകർത്തി എഴുതുവാനും തുടങ്ങി. അത് മാത്രവുമല്ല, അവരെന്ത് ചെയ്തു? അവർ പല സ്ഥലങ്ങളും, വടക്കൻ ഇറ്റലിയിലെയും തെക്കൻ ഫ്രാൻസിലെയും വാലൻസികൾ രഹസ്യമായി അവരുടെ പർവ്വത നിവാസികളായ സമൂഹത്തിന് വേണ്ടി പകർത്തി എഴുതി. അപ്പം ബൈബിൾ അവർക്ക് ലഭ്യമായപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി, വല്ലാത്തൊരു ആനന്ദമുണ്ടായി. അവരതിനെ പകർത്തി രഹസ്യമായി, പരസ്യമായി ചെയ്യാൻ അനുവാദം ഇല്ലാത്തത് കൊണ്ട് അവർ രഹസ്യമായി പകർത്തി എഴുതി. മാത്രവുമല്ല, അവരുടെ ചെറുപ്പക്കാരോടൊക്കെ മലനിരകളിലും പർവ്വത നിരകളിലും താമസിക്കുന്നതായ ഈ വാലൻസികളിലെ ചെറുപ്പക്കാരോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദ്യസ്ഥമാക്കാൻ മനപ്പാടമായി പഠിക്കണം. കൂടാതെ ഈ വാലൻസികൾ എന്ത് ചെയ്തു? അവർ കച്ചവടക്കാരെന്ന വ്യാജേനെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ചെന്ന് സുവിശേഷം പ്രചരിപ്പിച്ചു. അതിൽ കുറച്ച് പേർ പല യൂണിവേഴ്സിറ്റികളിലും ചേർന്ന് അവർ വിദ്യാർത്ഥികളായി തീർന്നു. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ദൈവത്തിൻ്റെ സുവിശേഷം അവർ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ കച്ചവടക്കാരനെ വ്യാജേന യാത്ര ചെയ്ത് വിദ്യാർത്ഥികളായി യൂണിവേഴ്സിറ്റികളിൽ ചേർന്നതൊക്കെ തന്നെ. നോക്കൂ, ദൈവത്തിൻ്റെ ഈ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ, കൊടിയ പീഡന കാലഘട്ടത്തിൽ ഒരു സമൂഹം കൈക്കൊണ്ടതായ നടപടികൾ എത്രമാത്രം നമുക്ക് അഭിനന്ദിക്കുവാൻ കഴിയും. നമുക്കത് എത്രമാത്രം പ്രചോദനമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ശരിയായ രീതിയിൽ ബൈബിൾ വായിക്കാൻ കഴിയില്ല. ബൈബിൾ അവർക്ക് അന്യമായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പോലും അവർക്ക് പരസ്യമായി പകർത്തി എഴുതി കൊടുക്കുവാൻ കഴിയില്ലായിരുന്നു. പരസ്യമായി ഈ സുവിശേഷം, ഈ അവർക്ക് ലഭിച്ചതായ വിശുദ്ധ വേദപുസ്തകത്തിലെ സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവർ അവലംബിച്ച മാർഗങ്ങൾ എത്രമാത്രം അഭിനന്ദനാർഹമാണെന്ന് നമ്മൾ ചിന്തിക്കണം. പലരും കച്ചവടക്കാരനെ വ്യാജേന പോയി, ചിലരെന്ത് ചെയ്തു? വിദ്യാർത്ഥികളായി പോയി പഠിക്കുവാൻ. അവിടെയൊക്കെ അവർക്ക് കിട്ടുന്ന അവസരങ്ങളിൽ അവരെന്ത് ചെയ്തു? മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചു. ആവശ്യമായി വന്നവർക്ക് അവരെന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനം നൽകുകയും ചെയ്തു. അപ്പോൾ അത് എപ്രകാരമായിരുന്നു? ഈ വാലൻസികൾക്ക് ഒരു സുപ്രഭാതത്തിൽ എല്ലാ അറിവും ഒന്നിച്ച് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല. അവർ കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. അവർക്ക് എല്ലാ അറിവുകളും കിട്ടിയില്ല. വിശുദ്ധ വേദപുസ്തകം കിട്ടിയ ഉടനെ തന്നെ മുഴുവൻ അറിവുകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. അതാണ് ശലോമൻ പറയുന്നത്, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വന്നു. ഗ്രാജുവലായിട്ട് ക്രമേണ വർദ്ധിച്ചു വന്നു. അവരുടെ അവരുടെ പഠനം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്ക് എന്ത് വന്നു? പതുക്കെയാണ് വന്നത്. കുറച്ചാണ് വന്നത്. നമ്മൾ അന്ധകാരത്തിൽ ഇരുന്നിട്ട് പെട്ടെന്ന് സൂര്യൻ അതിൻ്റെ പൂർണ്ണ ശോഭയിൽ നമ്മുടെ മുൻപിൽ ഉദിച്ചു വന്നാൽ, അല്ലെങ്കിൽ തിളങ്ങി വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും കാണാൻ കഴിയില്ല. നമ്മൾ അന്ധതയിലായിപ്പോവും.
അപ്പോൾ ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയാണ്. ഇവർ അന്ധതയിലായിരുന്നു, ഇരുണ്ട യുഗത്തിലായിരുന്നു അവർക്ക് വിശുദ്ധ വേദപുസ്തകം കിട്ടിയപ്പോൾ അവർ എന്ത് ചെയ്തു? കുറച്ച് എന്ത് ചെയ്തു? അവർ പഠിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അവർ പഠിച്ചതോടൊപ്പം തന്നെ അത് സത്യമാണെന്ന് മനസ്സിലാക്കിയതോടൊപ്പം തന്നെ അതിൽ വിശ്വസിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ അടിയുറച്ച് വിശ്വസിക്കാൻ വേണ്ടി തീരുമാനിക്കുക മാത്രമല്ല, അവർ അതിനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്തു? അവർ പ്രചരിപ്പിച്ചു. അത് പൂർണ്ണമായ തോതിലെത്തിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബാക്കി നമുക്കായിട്ട് നീക്കി വെച്ചേക്കാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ വാൽഡൻസുകൾ എടുത്ത ധീരമായ ചുവടുവെപ്പുകൾ പിന്തുടർന്ന് പോകുവാൻ ദൈവം നമുക്കായി തിരുവചനങ്ങൾ നൽകിയിരിക്കുന്നു. ആ നിൽക്കുവാനുള്ള ധൈര്യം, അത് പ്രചരിപ്പിക്കുവാനുള്ള ധൈര്യം നമുക്ക് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന് എഫേസിലെ ലേഖനത്തിൽ എഫേസിലെ ജനങ്ങൾക്ക് പൗലോസ് എഴുതിയതുപോലെ നമുക്കുമുള്ളതാണ്. നമുക്കൊരു കിരീടം ദൈവം വെച്ചിട്ടുണ്ട്. നമ്മുടെ ജോലി ഈ വാൽഡൻസികൾ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ വേല നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. മോശ മരുഭൂമിയിൽ പാമ്പിനെ ഉയർത്തിയതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ഈ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് ഉയർത്തുവാനുള്ള ബാധ്യത നമുക്കാണ്. അതിനുവേണ്ടി നമുക്ക് നിൽക്കുവാനുള്ള ധൈര്യം ലഭിക്കേണ്ടത് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. നമുക്ക് അപ്രകാരം ഒരു ധൈര്യമുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ ഭാഗം നമ്മോട് പറഞ്ഞു തരുന്നത്. നവീകരണത്തിൻ്റെ പ്രഭാത നക്ഷത്രം നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്ന് പറയുന്നത് ജോൺ വിക്ലിഫ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ നവീകരണത്തിൻ്റെ പ്രഭാത നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ അദ്ദേഹം അനുഭവിച്ചതായ യാതനകൾ, അദ്ദേഹം എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്ന കാര്യമാണ് നമ്മൾ ഈ ബുധനാഴ്ച പഠിക്കുന്നത്. ഇവിടെ പറയുന്നത് ഓരോ നവീകരണകർത്താക്കളും ദൈവവചനത്തിൽ സന്തോഷിച്ചു എന്നുള്ളതാണ്. അവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അവർ ദൈവത്തിൻ്റെ വചനം അവർക്ക് ലഭിച്ചപ്പോൾ അതിലടങ്ങിയ സത്യം വായിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഒരു സന്തോഷകരമായി അവർ കണ്ടു. അതിന് നിയമപരമായൊരു ബാധ്യത അവർക്കില്ലായിരുന്നു, ആരും നിർബന്ധിച്ചില്ലായിരുന്നു, അല്ലെങ്കിൽ അത് ഒരു അങ്ങനെയൊന്നുമല്ല. പക്ഷേ മറിച്ച് അത് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയായി അവർക്ക് തോന്നി, അവരനുഭവിച്ചു. വിശുദ്ധ വേദപുസ്തക പഠനം എന്ന് പറയുന്നത് ആരും നിർബന്ധിച്ചില്ല, നിയമപരമായി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ ഈ നവോത്ഥാന നായകന്മാർക്ക്, ഈ നവീകരണ കർത്താക്കൾക്ക് എന്ത് ചെയ്തു? അതൊരു സന്തോഷത്തിൻ്റെ ഉപാധിയായി മാറി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അതിൽ അവരിങ്ങനെ സ്ഥിരോത്സാഹത്തോടു കൂടി എന്ത് ചെയ്തു? അവർ വചനം പഠിച്ചു കൊണ്ടേയിരുന്നു. അവരങ്ങനെ തിരുവെഴുത്തുകൾ സ്ഥിരോത്സാഹത്തോട് പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതങ്ങളിലും മാറ്റം കൊണ്ടുവന്നു. ഇപ്പം ജോൺ വിക്ലിഫിൻ്റെ തന്നെ സ്വഭാവത്തിൽ അനേകം പരിവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഈ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്ന് പറഞ്ഞ ജോൺ വിക്ലിഫിൻ്റെ ജീവിതത്തിൽ അനേകം മാറ്റങ്ങൾ വിശുദ്ധ വേദപുസ്തക പഠനത്തിലൂടെ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പഠിച്ച ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വിശുദ്ധ വേദപഠനത്തിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൽ കുറേ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ്, വലിയ സത്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ശ്രമം നമ്മുടെ എല്ലാ കഴിവുകൾക്കും പുതുമയും ഓജസ്സും നൽകുന്നു. അപ്പം വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള സകല കഴിവുകൾക്കും അത് പുതുമയും ഓജസ്സും കൂടുതലായിട്ട് ശക്തി നൽകുന്നു. പിന്നെ അത് മനസ്സിനെ വിശാലമാക്കുന്നു. ദൈവത്തിൻ്റെ പഠനം നമ്മുടെ മനസ്സിനെ വിശാലമാക്കുന്നു. കേൾക്കുവാനുള്ള ശക്തിക്ക് മൂർച്ച കൂട്ടുന്നു. ഗ്രഹിക്കുവാനുള്ള ശക്തി, മനസ്സിലാക്കുവാനുള്ള ശക്തി നമുക്ക് വർദ്ധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവ് എന്ത് ചെയ്യുന്നു? അത് വർദ്ധിപ്പിക്കുന്നു. സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നു. പക്വതയാർന്നൊരു വിവേകം നമ്മളിൽ ഉണ്ടാകുന്നു. പിന്നെ നമ്മുടെയൊക്കെ അഭിലാഷം, നമ്മുടെയൊക്കെ ആഗ്രഹത്തിൽ നിന്നും അത് രൂപാന്തരപ്പെടുത്തുന്നു. മാത്രവുമല്ല, നമുക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിന് സ്ഥിരത, ക്ഷമ, മനക്കരുത്ത്, സഹനശക്തി തരിക മാത്രമല്ല നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുന്നുവെങ്കിൽ, നാം അതൊരു ആനന്ദമായി നമ്മൾ നടത്തുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനേകം മാറ്റങ്ങൾ വരുത്തുവാൻ വിശുദ്ധ വേദപുസ്തകത്തിന് കഴിയും.
അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയും അത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവർ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നു എങ്കിൽ, പഠിക്കുന്നു എങ്കിൽ, അതിനെ ഒരു ആനന്ദമായി കാണുന്നു എങ്കിൽ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് മാറ്റങ്ങൾ കൊണ്ടുവരും. അവിടെ എല്ലാ ശക്തികളെയും വർദ്ധിപ്പിക്കും, എല്ലാ കഴിവുകളും സദ്ഗുണങ്ങളിൽ അവരിൽ ഉണ്ടാകും. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അവർക്ക് കൂടുതൽ അടുക്കുവാൻ കഴിയും. അവർക്ക് ക്ഷമയുണ്ടാകും, മനക്കരുത്തുണ്ടാകും, സഹനശക്തി ഉണ്ടാകും, സ്വഭാവ ശുദ്ധീകരണം ഉണ്ടാകും. ഇതൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്കും അത് ബാധകമാണ്. ഈ നവീകരണ കർത്താക്കൾക്കെല്ലാം തന്നെ ഇതെല്ലാം അവർക്ക് ഈ വേദപഠനത്തിലൂടെ ലഭിച്ചു എന്നാണ് പറയുന്നത്. അതാണ് അവർക്ക് എന്ത് ചെയ്തത്? ആ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി സഹായിച്ചത്. ഈ ഒരു അനുഭവം, അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം അവർക്ക് മറ്റുള്ളവരുമായി പങ്കിടണമെന്നൊരാഗ്രഹം ഈ നവീകരണ കർത്താക്കൾക്കുണ്ടായി. അതുകൊണ്ട് എന്ത് ചെയ്തു? ജോൺ വിക്ലിഫ് എന്ത് ചെയ്തു? വിശുദ്ധ വേദപുസ്തകത്തെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. അതിന് മുൻപ് ടിൻഡെയിൽ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷേ അതിന് പിൻപുള്ള ശേഷമൊക്കെ ചെറിയ പിന്നെ ആരംഭങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തെ വിവർത്തനം ചെയ്യുവാൻ വേണ്ടിയൊക്കെ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? പിന്നെ ആരംഭങ്ങൾ കുറിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ നിന്ന് കൂടുതലായി ചെയ്തത് ഈ ജോൺ വിക്ലിഫാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അതിനു വേണ്ടി ചെലവഴിച്ചു. എന്തുകൊണ്ടാണ് അതിനു വേണ്ടി അദ്ദേഹം ചെലവഴിച്ചതെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളാണ് പറയുന്നത്. ജോൺ വിക്ലിഫ് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ആ ഭാഷയിൽ നിന്നും സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരു ഭാഷയിൽ നിന്നും എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുവാൻ വേണ്ടി, വിവർത്തനം ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, ജീവിച്ചിരിക്കുന്ന ക്രിസ്തു അവൻ്റെ ജീവിതം മാറ്റിമറിച്ചു. 2, വചനവും കർത്താവിൻ്റെ സ്നേഹവും താൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ അവൻ ആഗ്രഹിച്ചു. 2 കാര്യങ്ങൾ. ഒന്ന്, ജീവിച്ചിരിക്കുന്ന ക്രിസ്തു, ഈ വചനം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ജോൺ വിക്ലിഫിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. മറ്റ് എന്നൊന്ന് പറയുമ്പോൾ അവൻ പഠിച്ചതായ കാര്യങ്ങൾ, അവൻ അറിഞ്ഞതായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ എന്ത് ചെയ്തു? അവൻ താല്പര്യം കാണിച്ചു. ജോൺ വിക്ലിഫ് മരിക്കുന്നത് റോമാക്കാരുടെ കയ്യിൽപ്പെട്ടിട്ടല്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ശരീരം എടുത്തു റോമൻ പട്ടാളക്കാർ അതിനെ കത്തിച്ച് നദിയിൽ എറിഞ്ഞു കളഞ്ഞു. അതിൻ്റെ ചാരം നദിയിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പാഠം പറയുന്നത്, അങ്ങനെ ജോൺ വിക്ലിഫിൻ്റെ ശവശരീരം എടുത്തു കത്തിച്ചു, അതിൻ്റെ ചാരം ആ നദിയിൽ എറിഞ്ഞപ്പോൾ അതിൻ്റെ ഓരോ തുള്ളികളും ഓരോ വിത്തുകളായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെത്തി എന്ന് പറയുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ദൈവത്തിൻ്റെ സുവിശേഷം ഇത്തരമുള്ള നവീകരണ കർത്താക്കളുടെയും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നതായ അനേക വ്യക്തികളുടെയും ധീരമായ രക്തസാക്ഷിത്വമാണ്, അവരുടെ യാതനകളാണ് ഇന്ന് ദൈവത്തിൻ്റെ സുവിശേഷം നാം കേൾക്കുകയും നാം മറ്റുള്ളവരോട് പറയുകയും ചെയ്തിരിക്കുന്നത്. അപ്പം അനേകരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് നാം ഈ സത്യം അറിയാൻ ഇടയായത് എന്ന ബോധം നമുക്കുണ്ടാകണം, എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും അത് പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്ക് മുൻപുണ്ടായിരുന്നതായ ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർ, നവീകരണ കർത്താക്കൾ ആ ഇരുണ്ട കാലഘട്ടത്തിലൂടെ ദൈവത്തിൻ്റെ സുവിശേഷം ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തെ മറന്നു പോകാതെ ദൈവത്തിൻ്റെ ആരാധനയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇരുണ്ട കാലഘട്ടത്തിൽ കൊടിയ പീഡനങ്ങൾ സഹിച്ചു ജീവിച്ചതായ ദൈവത്തിൻ്റെ മക്കൾ, അവരൊക്കെയായിരുന്നു നമുക്ക് പാതയൊരുക്കിയിട്ടുള്ളത്. ആ പാതയിലൂടെയാണ് നാം ഇന്ന് സുഗമമായി സഞ്ചരിക്കുന്നത്. നാം ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കും ദൈവം ഒരു ദൗത്യം നൽകിയിട്ടുണ്ട്. നമുക്ക് പാതയൊരുക്കിയതായ, നമുക്ക് മാർഗദീപം കാണിച്ചു തന്നതായ നമ്മുടെ മുൻഗാമികൾ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ നാമും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഈ ബുധനാഴ്ചത്തെ പാഠം നമ്മോട് അറിയിക്കുന്നത്. വേഴ്ചത്തെ ഭാഗം പറയുന്നത് ആഹ്ലാദകരമായ പ്രത്യാശ. അല്ലെങ്കിൽ എന്താണ് ഈ നവോത്ഥാന നായകന്മാർക്ക്, ഈ നവീകരണ കർത്താക്കൾക്ക്, ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകിയ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ പ്രത്യാശ നൽകിയ കാര്യം എന്ന് ചോദിച്ചാൽ, ഇവിടെ കുറേ ആൾക്കാരെ പറഞ്ഞു. ജോൺ ഹസിനെ കുറിച്ച് പറയുന്നുണ്ട്, ജെറോമിനെ കുറിച്ച് പറയുന്നുണ്ട്, ടിൻഡെയിലിനെ കുറിച്ച് പറയുന്നുണ്ട്, ലാറ്റിമറിനെ കുറിച്ച് പറയുന്നുണ്ട്, കുറേ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്.
ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതായ ദൈവത്തിൻ്റെ മക്കളുടെ പേരുകളാണത്. നവീകരണ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതായ അനേകം വ്യക്തിത്വങ്ങളുടെ പേരുകളിൽ കുറച്ച് പേർ മാത്രമാണ് ഈ പറഞ്ഞ പേരുകൾ. ഇവർക്കൊക്കെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പ്രചോദനമായത് എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള അവരുടെ വിശ്വാസമാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ആ ഒരു വിശ്വാസം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ് അവർ ദൈവത്തിന് വേണ്ടി കഷ്ടതകളുടെ നടുവിലും കൊടിയ പീഡനങ്ങളുടെ നടുവിലും അവർക്ക് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കഴിഞ്ഞത്. അവൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി അവർക്ക് പര്യാപ്തമാണ് എന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്തത്? സഹനങ്ങളിൽ സഹവസിച്ചുകൊണ്ട് സന്തോഷം അവർ കണ്ടെത്തി. കൊടിയ പീഡനങ്ങളിലും അവരെന്ത് ചെയ്തു? ആഹ്ലാദിച്ചു. കാരണം ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന ഒരു സന്തോഷം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പീഡനങ്ങൾക്കും അവരെ തളർത്തുവാൻ, തോൽപ്പിക്കുവാൻ കഴിയാത്തത്. എത്ര വലിയ പീഡനങ്ങൾ അഴിച്ചുവിട്ടിട്ടും അവരെ തോൽപ്പിക്കുവാൻ സാത്താന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. താഴത്തേക്ക് ഭാഗത്ത് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ മരണം പരാജയപ്പെട്ട ഒരു ശത്രുവാണ് എന്നിവർ മനസ്സിലാക്കി. കർത്താവായ യേശു ക്രിസ്തുവിനെ റോമൻ സാമ്രാജ്യം കൊന്നപ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവർക്ക് ബോധ്യമായി മരണം എന്ന് പറയുന്നത് ഇനി ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുന്ന ശത്രുവല്ല. മരണത്തെ ഞങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ക്രിസ്തു പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു വിശ്വാസം ഈ ദൈവമക്കളിൽ കൂടുതലായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു. മരണത്തിന് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ഉത്തമ വിശ്വാസം, അത് ധൈര്യം അവർക്ക് കൂടുതലായി നൽകി എന്ന് പറയപ്പെടുന്നു. ഇവിടെ ജോൺ ഹസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകന് കത്തെഴുതി. മാസങ്ങളോളം അയാൾ ജയിലിൽ കിടന്നു. തണുപ്പ് ഉറഞ്ഞു തുള്ളുന്നൊരു ജയിൽ. ആ മുറിയിൽ അദ്ദേഹത്തിന് പനി വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. എങ്കിലും മരണത്തിന് മുൻപ് അദ്ദേഹം ഇങ്ങനെ എഴുതി. ഈ കത്ത് ഞാൻ എഴുതുന്നത്, അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞു, നാളെ എൻ്റെ മരണവിധി പ്രതീക്ഷിച്ചുകൊണ്ട് വിലങ്ങുകളാൽ ബന്ധിതമായ ഞാൻ കരങ്ങൾ കൊണ്ട് ജയിലറയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ടാണ്. ഭാവി ജീവിതത്തിൻ്റെ മാധുര്യമേറിയ സമാധാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ സഹായത്താൽ നാം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ദൈവം എന്നോടത്രമാത്രം കാരുണ്യം കാണിച്ചുവെന്നും എൻ്റെ പരീക്ഷകളിലും വിചാരണകളിലും അവൻ എത്ര ഭംഗിയായി എന്നെ സഹായിച്ചുവെന്നും നീ ഗ്രഹിക്കും. നോക്ക്, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അതായിരുന്നു. നാളെ ഞാൻ മരിച്ചു പോകും. ഈ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് ഞാനിത് എഴുതുന്നു. നാളെ ഞാൻ മരിച്ചു പോകും. പക്ഷേ എൻ്റെ കർത്താവിനെ മുഖാമുഖം ഞാൻ കാണുമ്പോൾ, എൻ്റെ കർത്താവ് ആ അവസരത്തിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നും എന്നെ എത്രമാത്രം സഹായിച്ചിരുന്നു എന്നും എനിക്ക് നിന്നോട് പറയുവാൻ കഴിയും എന്ന ഒരു വലിയ സാക്ഷ്യമാണ് മരണത്തെ മുന്നിൽ കാണുമ്പോഴും ജോൺ ഹസ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയത്. നോക്കൂ, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതായ ദൈവത്തിൻ്റെ ദാസന്മാരുടെ പ്രത്യാശ എന്തായിരുന്നു? ദൈവം അവർക്ക് നൽകിയ വാഗ്ദത്തങ്ങളായിരുന്നു. ദൈവം അവർക്കായി നൽകിയ വാഗ്ദത്തങ്ങൾ തന്നെ ആയിരുന്നു അവരെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചതായ ഘടകം. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുമെന്ന് പറഞ്ഞ വലിയ പ്രത്യാശ. ആ പ്രത്യാശയിൽ അവരെന്ത് ചെയ്തു? വിശ്വസിച്ചു. ഇവിടെ റോമിൻ്റെ മറ്റനേകം തെറ്റുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് വലിയ വെളിച്ചം തിരഞ്ഞെടുക്കുവാൻ ദൈവം അവർക്ക് അനുവദിച്ച് നൽകി. ദൈവം ഈ റോമിൻ്റെതായ എല്ലാ പീഡനങ്ങളെയും അതിജീവിക്കുവാൻ ദൈവം അവർക്ക് സത്യവേദ പുസ്തകം കൊടുത്തു. പക്ഷേ അവർക്കെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഉദയസൂര്യന് ക്രമേണ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ, അല്ലെങ്കിൽ പ്രകാശം കൂടി വരുന്നത് പോലെ അവർ പഠിക്കുന്തോറും കൂടുതലായി മനസ്സിലാക്കുവാൻ ദൈവം അവരെ സഹായിച്ചു. പലരും അറിഞ്ഞ സത്യത്തിന് ഒത്തു ജീവിച്ചു. എന്നാൽ ബാക്കി ഇനിയുമുണ്ട്. ദൈവത്തിൻ്റെ വേല തീർക്കുവാൻ ഇനിയുമുണ്ട്. ജോൺ ഹസ് എഴുതിയതുപോലെ വില കൂടിയ സൗദങ്ങളോ വില കൂടിയ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയോ അല്ല നാം ചിന്തിക്കേണ്ടത്. ദൈവമഹത്വവും ആത്മാക്കളുടെ രക്ഷയുമായിരിക്കണം നമ്മുടെ ചിന്തകൾ. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് സ്വയം
രക്ഷിക്കപ്പെടുവാനോ അല്ലെങ്കിൽ സ്വയം ഈ ഭൗതികമായ നേട്ടങ്ങൾ സമ്പാദിക്കാനോ വേണ്ടി അല്ല, എല്ലാറ്റിനുമുപരിയായി ആത്മീക സൗധത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ദരിദ്രരോട് വിശുദ്ധിയോടും വിനയത്തോടും കൂടി ഇടപെടുക, സദ്വട്ടങ്ങളിൽ സദ്യവട്ടങ്ങളിൽ സമ്പത്ത് ദൂർത്തടിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ജോൺ ഹസ് തൻ്റെ പിൻഗാമികൾക്ക് എഴുതി കൊടുത്തത്. ദൈവം നമ്മോട് പറയുന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക്, ആത്മീയ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമുക്ക് നിൽക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം വരെയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അത് നമ്മുടെ പ്രത്യാശയായി കണ്ടുകൊണ്ട് നമുക്ക് മുൻപേ നടന്നു നീങ്ങിയതായ നവീകരണകർത്താക്കളുടെ അനുഭവങ്ങൾ, അവരുടെ ധീരമായ നിലനിൽപ്പ്, ധീരമായ ചെറുത്തുനിൽപ്പുകൾ നമുക്ക് നിൽക്കുവാനുള്ള ധൈര്യം നൽകട്ടെ. അതാണ് ഈ പാഠഭാഗം കൊണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇരുട്ടിനെ നമുക്ക് വെളിച്ചം കൊണ്ട് കീഴടക്കുവാൻ കഴിയും. അങ്ങനെയാണ് എങ്കിൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വിജയികളായി ജീവൻ്റെ കിരീടം ലഭിച്ചവരായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ കഴിയും എന്നുള്ളതാണ് ഈ പാഠഭാഗം കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും, ഇത് ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കഴിയട്ടെ. ദൈവ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭാഗം ശ്രമിച്ചതിന് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അളവ് കൂടെ സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഇതുവരെയും അപ്പൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളിത് ഗ്രഹിച്ചത് കൊണ്ട് മാത്രമായില്ല, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക വർഷങ്ങൾ കർത്താവേ, കൊടിയ പീഡനങ്ങളിലൂടെ അങ്ങയുടെ വേല കൊണ്ടുപോയതായ ഞങ്ങളുടെ പൂർവികരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളും അവരുടെ പാത പിന്തുടരുമ്പോൾ തകർന്നു പോകാതെ, തളർന്നു പോകാതെ, വീണു പോകാതെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മ ഞങ്ങൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് ശ്രദ്ധിച്ച എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും അവരുടെ വ്യക്തികളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അവരോട് കൂടെ ഇരുന്ന് കർത്താവേ അവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണു പോകാതെ, തളർന്നു പോകാതെ അവർ ദൈവത്തിൻ്റെ മക്കളായി സാക്ഷ്യം വഹിക്കുന്നവരെ തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഈ ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ കർത്താവെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ അവരുടെ ആഗ്രഹപ്രകാരം അഭിവൃദ്ധി ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ വേല ഇനിയും അവരാഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ജീവിതങ്ങളിൽ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ, അവരുടെ സേവന മേഖലകളിലൊക്കെയും അവർ അഭിവൃദ്ധി പ്രാപിപ്പാൻ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ മാനവ മഹത്വവും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ അഹങ്കരിച്ചു പോകാനും നിഗളിച്ചു പോകാൻ ഇടവരാതെ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി അങ്ങയുടെ വേല തുടർന്നും ചെയ്യുവാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ പ്രാർത്ഥനയുടെ നന്ദി പറയുന്നു. സകലവും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.